ഹലോ ഗൈസ്, ഏവർക്കും ഗ്രീൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമയെക്കുറിച്ചാണ്. ഞാൻ ഈ സിനിമ കണ്ടത് കൂറ്റനാട് ഞങ്ങളുടെ തിയേറ്ററായ സപ്തതരംഗിൽ നിന്നാണ്. കൂറ്റനാട് ഞങ്ങൾക്ക് 2 തിയേറ്ററാണുള്ളത്. ഒന്ന് സപ്തതരംഗ് സ്ക്രീൻ 1ഉം ഒന്ന് സപ്തതരംഗ് സ്ക്രീൻ 2ഉം. കൂറ്റനാട് കണിച്ചിറക്കൽ മാളിലും സിറ്റി സെൻട്രൽ മാളിലുമാണ് ഈ തിയേറ്ററുകൾ സ്ഥിതി ചെയ്യുന്നത്. ഞാൻ കണ്ട തിയേറ്ററിൽ അവിടെയാണ് ഈ 5-ാം പാതിര പോലുള്ള മികച്ച പടമൊക്കെ വന്ന് വളരെ ദിവസങ്ങളോടി നല്ല വിജയം കൈവരിച്ച് പോയിട്ടുള്ളത്. ക്യാപ്റ്റൻ മില്ലർ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അത് നിരവധി സാങ്കേതിക വിദഗ്ധരുണ്ട്, നിരവധി അഭിനേതാക്കളുണ്ട്, വളരെ മികച്ച ഛായാഗ്രഹണം, നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, നിരവധി നല്ല സംഘടനാ രംഗങ്ങൾ. ഇതിൽ പഴയ കാലഘട്ടം വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. പഴയ കാലഘട്ടം എന്ന് പറയുമ്പോൾ അക്കാലത്തെ ആളുകളുടെ മേക്കപ്പ്, അവരുടെ വസ്ത്രധാരണം, അതിന് അനുയോജ്യരായ മനുഷ്യന്മാർ ഒക്കെ വളരെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുകയും നമുക്ക് കാഴ്ചക്കാർക്ക് ഒരു മടുപ്പും ഇല്ലാത്ത തരത്തിൽ ശരിക്കും പറഞ്ഞാൽ നല്ല അട്രാക്റ്റീവായിട്ട് തന്നെ അതൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിൽ ബ്രിട്ടീഷ് പട്ടാള ഉദ്യോഗസ്ഥരായിട്ട് നിരവധി സായിപ്പന്മാരെ അഭിനയിച്ചിട്ടുണ്ട്. ഓരോ സായിപ്പും മികച്ച അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. നാട്ടുകാരായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളുകളും നല്ല മികച്ച അഭിനയം തന്നെ. അവരൊക്കെ രൂപവും ഭാവവും എല്ലാം കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ വിധം തന്നെ. അതിനൊക്കെ മേക്കപ്പിനും അവർക്ക് വസ്ത്രത്തിനൊക്കെ വേണ്ടി നല്ല സംഖ്യ ചെലവഴിച്ചിട്ടുണ്ട്. അതിന് മികച്ച കലാകാരന്മാർ അതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് കോസ്റ്റ്യൂം ചെയ്യുന്ന ആളുകളും മേക്കപ്പ് ചെയ്യുന്ന ആളുകളൊക്കെ. ഈ സിനിമയിൽ പഴയ കാലഘട്ടം ചിത്രീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പഴയകാലത്തെ വാഹനങ്ങൾ, പഴയകാലത്തെ വില്ലേജ് ജീപ്പ്, പഴയകാലത്തെ ട്രക്കുകൾ, പഴയകാലത്തെ ബൈക്ക്, പഴയകാലത്തെ കാറ്, അങ്ങനെ നിരവധി സംഗതികളാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പഴയ കാലഘട്ടത്തിലെ തമിഴ് ഗ്രാമം, അങ്ങനെ നിരവധി കാഴ്ചകളാണ് ഈ സിനിമയിലുള്ളത്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട പ്രത്യേകത ഇതിൽ കാണിക്കുന്ന ലൊക്കേഷനാണ്. ഒരു തമിഴ് ഗ്രാമം അല്ലെങ്കിൽ വനമേഖലയൊക്കെ കാണിക്കുമ്പോൾ വളരെ ഭംഗിയുള്ള വളരെ സുന്ദരമായ സ്ഥലങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. അതൊക്കെ ഇതിൻ്റെ ആളുകൾ വളരെയധികം ഗവേഷണം നടത്തി തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിനൊക്കെ എന്തായാലും നല്ല മാർക്ക് ഇടേണ്ടി വരും. ഈ പടത്തെപ്പറ്റി പറയുമ്പോൾ ഇതിൻ്റെ ഛായാഗ്രഹണം വളരെ മികച്ചു നിൽക്കുന്ന ഒരു സംഗതിയാണ് ഇതിൻ്റെ ഛായാഗ്രഹണം. നിരവധി നല്ല ഹെലിക്യാം ഷോട്ടുകളൊക്കെ ഉണ്ട്. ഈ സിനിമ നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കാണാതെ മിസ്സാക്കുക എന്നുള്ളത് വലിയൊരു നഷ്ടമായിരിക്കും. ആ ഒരു കാരണത്താലാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത്. ഒരു കാലത്ത് 10ഓളം സിനിമാ തിയേറ്ററുകൾ ഉണ്ടായിരുന്ന പ്രദേശമാണ് ഞങ്ങളുടെ കൂറ്റനാടിൻ്റെ ഈ തൃത്താല മേഖല. ഇന്ന് അതെല്ലാം പൂട്ടിപ്പോയി. അവസാനത്തെ തിയേറ്ററായ കൂറ്റനാട് രചന തിയേറ്റർ, ആ തിയേറ്റർ പൂട്ടിയപ്പോൾ ഞങ്ങൾ സമരമൊക്കെ നടത്തിയിരുന്നു. പിന്നീട് മാളുകൾ വന്നു, മാളുകളുടെ ഒരു സംസ്കാരം വന്നപ്പോഴാണ് വീണ്ടും കൂറ്റനാട് സിനിമാ തിയേറ്റർ വന്നത്. സിനിമാ തിയേറ്റർ വന്നു ഇപ്പോൾ ഏതായാലും സജീവമായിട്ട്. ഒരു കാലത്ത് സിനിമ എന്ന കലാരൂപം കൂറ്റനാടിന് അന്യമായിരുന്നു. അത് ഈ മാളുകളിലൂടെ തിരിച്ചു വന്നിരിക്കുകയാണ്. അത് നല്ല സൂപ്പർ തിയേറ്ററുകളായിട്ട്. ക്യാപ്റ്റൻ മില്ലർ സിനിമ കാണുമ്പോൾ നമ്മൾ ഓരോ സീനും ഓരോ ഷോട്ട് ബൈ ഷോട്ടായിട്ട് കാണണം. അങ്ങനെ കാണുമ്പോഴാണ് ശരിക്കും നമുക്കതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. ഇത് എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു സിനിമ അണിയിച്ചൊരുക്കാൻ വേണ്ടി എന്തുമാത്രം എഫർട്ട് എടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ശരിക്കും ഈ സിനിമയെ നമുക്ക് അഭിനന്ദിക്കാൻ തോന്നുന്നത്. ഈ സിനിമയിൽ നിരവധി സംഘടന രംഗങ്ങളാണുള്ളത്. അതായത് തോക്ക് അല്ലെങ്കിൽ റോക്കറ്റ് ലോഞ്ചർ പോലുള്ള ഉപകരണങ്ങളൊക്കെ വെച്ച്, അങ്ങനത്തെ ആയുധങ്ങളൊക്കെ വെച്ച് ഗംഭീര ഫൈറ്റുകൾ. സാധാരണ ഒരു മലയാളി പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഫൈറ്റൊക്കെ വളരെയധികം ദീർഘിച്ച് പോയി കഴിഞ്ഞാൽ ചെറുതായിട്ട് ബോറടിക്കും. പക്ഷെ നമ്മളിത് സിനിമയായിട്ട് കണ്ടാൽ മതി. അതിനൊക്കെ വേണ്ടി അവർ വളരെയധികം എഫേർട്ടും വളരെയധികം സമയവും വളരെയധികം പണവും ചിലവഴിച്ചിട്ടുണ്ട്. അത് നമ്മൾ ചുമ്മാ കണ്ടിരിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇത് നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. ആ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്തായാലും നമ്മൾ നിരവധി പാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയ ഒരു സിനിമ കാണുക, അതിന് വേണ്ടി ഒരു 2 മണിക്കൂർ അവിടെ പോയി ചിലവഴിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു നഷ്ടമല്ല സാധാരണ ഒരു സിനിമ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അത് പറയാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, താങ്ക് യു.